ഈശോ മിശിഹായ്ക്ക് സ്തുതി അറിയിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് 115-ാം ദിനം. ഈ രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. ചെറുപ്പം മുതൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾ, രോഗപീഠകൾ, അവരുടെ പഠന നിലവാരത്തെയും പഠന മേഖലയും ജീവിത വിജയത്തെയും തടസ്സമാക്കുന്ന, ഭാവിയെ തന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന എല്ലാ രോഗങ്ങൾ, നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ, അനേകം നാൾ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സയൻസ് ഇനി അവർക്കൊരു ഭാവിയിൽ നല്ലൊരു ഭാവിയില്ല എന്നൊക്കെ വിധി എഴുതിയ അവസ്ഥകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പാരമ്പര്യമായി ഉണ്ടാകുന്ന ദോഷങ്ങളും എല്ലാ അടിക്കടി ഉണ്ടാകുന്ന രോഗപീഠകളും, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പരീക്ഷ, ഇൻ്റർവ്യൂ, ചില ആഘോഷങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് മക്കൾക്ക് ഒന്ന് സന്തോഷിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ആശുപത്രി പ്രവേശിക്കേണ്ടി വരുന്ന ആരോഗ്യ പീഡകൾ, അടിക്കടി ഉണ്ടാകുന്ന ആരോഗ്യ തകർച്ചകൾ, ഇതിനെയൊക്കെ ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും വേഗം മക്കൾ സുഖപ്പെടട്ടെ. സൗഖ്യദായകനായ കർത്താവിലേക്ക് ചേർത്ത് വെച്ച് ജെറമ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം 17-ാം വചനം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ മക്കളിലേക്ക് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം, സൗഖ്യത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. മക്കൾ ശരീരത്തിൽ സൗഖ്യം അനുഭവിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിക്കട്ടെ. ജെറമ്യാ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളിലും തകർച്ചകളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ പീഡകളിലും കർത്താവെ അവിടെ നിന്ന് സൗഖ്യവും വിമോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഈ തകർച്ചകളിലും ഈ ഒരു അവസ്ഥയിലും അവിടുത്തെ സൗഖ്യം സ്വീകരിക്കുവാനുള്ള ഒരുക്കം ഞങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ. അടിക്കടിയായ കൂദാശ സ്വീകരണവും നല്ല ജീവിതവും പ്രാർത്ഥനയും വഴിയായി വചനത്തിലൂടെ കർത്താവെ അങ്ങേ തേടുവാനും അങ്ങ് നൽകുന്ന ആ വലിയ കൃപ, സൗഖ്യത്തിൻ്റെ കൃപ ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകിയിറങ്ങുകയും ഞങ്ങളുടെ മക്കൾ എല്ലാ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.